ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. ദൃശ്യം 3 ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു ഊഹാഭോഹങ്ങൾ ഏറെ മാറ്റി നിർത്തിക്കൊണ്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദൃശ്യം 3 റിലീസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. എന്നാൽ ഈ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ജീത്തു ജോസഫ് ഒരു പ്രഖ്യാപനം നടത്തി. ദൃശ്യം 3 എന്ന് പറയുന്നത് ദൃശ്യം 2 പോലെ ആകില്ല. അതെ, അങ്ങനെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മലയാള സിനിമയുടെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അന്ന് കണ്ട ഒരു സിനിമ മേക്കിങ്ങിനെ എല്ലാം ഓവർകം ചെയ്ത ഒരു ലെവലിലായിരുന്നു ആ ഒരു സിനിമ മലയാളത്തിലേക്ക് വന്നത്. അതൊരു പാൻ ഇന്ത്യൻ, പാൻ വേൾഡ് സെൻസേഷനായി മുന്നോട്ട് പോയി. ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയുണ്ടായി. അതൊരു കഥയുടെ ഒരു സ്വാഭാവിക പശ്ചാത്തലം ബേസ് ചെയ്ത് തന്നെയാണ്. വേറൊരു ടൈപ്പ് ഓഫ് ത്രില്ലർ ജേണലിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ദൃശ്യം 2 വന്നു. അതും ഒന്നാമത്തെ പാർട്ടിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ദൃശ്യം 2 വന്നത്. അപ്പോൾ ആ ഒരു കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിനിടയിൽ ഇങ്ങനൊരു സിനിമ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതായത് ഇതിൻ്റെ കോർ എന്ന് പറയുന്ന ഈ ഒരു മലയാള സിനിമയാണ്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം റീമേക്ക് ചെയ്യപ്പെടുകയാണ് ഈ ഒരു സിനിമ ഉണ്ടായി എന്നുള്ളൊരു സത്യാവസ്ഥ അവർ മനസ്സിലായി. അതിനുശേഷമാണ് ദൃശ്യം 3ക്ക് വേണ്ടി ഒരു പാൻ വേൾഡ് ഇമ്പാക്റ്റ് ഉണ്ടായത്. ഏറെ വിരാമങ്ങൾക്ക് ശേഷം ദൃശ്യം 3 അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ജിത്തു ജോസഫിന് ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ മിറാജ് എന്ന് പറഞ്ഞ സിനിമയാണ്. ആ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 2 പോലെ ഒരു ത്രില്ലർ സിനിമയല്ല. അതായത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു ദൃശ്യം 3 മുന്നോട്ട് പോകുന്നതെന്ന്. നമുക്കറിയാം, കാലം എത്ര എടുത്തെന്ന് പറഞ്ഞാലും ഒരുപോലെ ഒരു സത്യത്തെ എങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. ജോർജ് കുട്ടിക്ക് മാത്രം അറിയാൻ പറ്റുന്ന രഹസ്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഭാര്യയെ പ്രശ്നങ്ങളുണ്ടാകാം, മക്കളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ ബേസ് ചെയ്താണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ ജിത്തു ജോസഫ് തൻ്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിലൊരു ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ത്രില്ലർ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയായിരിക്കും ദൃശ്യം 3 എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ കഥ കൃത്യമായി അറിയില്ല എങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു ദൃശ്യം 2 പോലെ ദൃശ്യം പോലെ ആ ഒരു ത്രില്ലർ രീതിയിലല്ല സിനിമ മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പോൾ അത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ ഹിന്ദിയിൽ ഡബ് ചെയ്ത് ഇറക്കുന്നില്ല. അതായത് പാൻ ഇന്ത്യൻ റിലീസല്ല ഉള്ളത്, മലയാളത്തിൽ തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്നുമല്ല, ഓൾറെഡി റൈറ്റ്സുമായിട്ട് ഓരോരുത്തർക്ക് ഓരോ ലാംഗ്വേജിൽ റൈറ്റ്സ് കൊടുക്കുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ലാംഗ്വേജിലുള്ള ദൃശ്യത്തിൻ്റെ വേർഷൻ വേറെ ആയിരിക്കും. നമ്മൾ ഹിന്ദിയിൽ കണ്ട ദൃശ്യം 2 എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ വേർഷനിലാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു അത്യാവശ്യം ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു പാൻ ഇന്ത്യൻ ഇമ്പാക്റ്റ് കിട്ടുന്ന സിനിമയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൃശ്യം 3 എല്ലാ ലാംഗ്വേജിലും ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായേനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്കും റൈറ്റ്സും കോൺട്രാക്റ്റും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. എന്തായാലും ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ മറ്റൊരു സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ദൃശ്യം 3യുടെ കഥയുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല്.